ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫൈനലി ഗുണ കേവിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടി ആ ഗുണ കേവിൻ്റെ വാതിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പേടി തോന്നും മനസ്സിൽ. അവിടുത്തെ ആ മൂടൽ മഞ്ഞും അവിടുത്തെ അന്തരീക്ഷവും മരങ്ങളും ഒരു ഇരുളുമയും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു വല്ലാത്തൊരു പേടിയാണ്. എൻ്റെ മനസ്സിൽ അവിടെ പോകുന്നത് വരെയും ഈ ഗുണ കേവ് എന്ന് പറയുമ്പോഴത്തേക്കിനും മഞ്ഞുമൽ ബോയ്സിലെ ആ സെറ്റ് ഇട്ടിരുന്ന സ്ഥലമില്ലേ, അതായിരുന്നു ഓർമ്മ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയായിരുന്നു അവിടെ ചെല്ലുന്നത് വരെയും. അപ്പോൾ അവിടുത്തെ ആണെങ്കിൽ സ്റ്റെപ്പുകളൊന്നുമില്ല. നമ്മുടെ ഈ തടി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അതിനെ മേലെ ഈ മണ്ണിട്ട് ഉറപ്പിച്ചിരിക്കുവാണേ. അതാണ് അവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ മരങ്ങളുടെ വേരുകളെല്ലാം പോയി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ പോയേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെന്നി വീഴുകയില്ല, പക്ഷെ നല്ല സൂക്ഷിച്ച് നടക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ പണി മേടിക്കും. അമ്മാതിരിയുള്ള വേരുകൾ അങ്ങനെ പോയേക്കുന്നത്. അവിടുത്തെ മണ്ണും അതെല്ലാം ഇങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന ഒരു ടൈപ്പ് മണ്ണാണ്. നമുക്ക് നല്ലതായിട്ട് സ്ലിപ്പറി ആകുന്ന ഒരു സ്ഥലമാണ്. അത് കാരണം കൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം അവിടെ കയറാൻ എന്ന് പറഞ്ഞിട്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ നടന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഹീൽസ് ഒക്കെ നമ്മൾ ഇല്ലാണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഗുണ കേവിൻ്റെ വാതിലിലാണ് അവിടെ ഞാൻ നിൽക്കുന്നത്. അപ്പം നേരെ കാണുന്ന ഒരു വലിയൊരു ഗുഹ പോലെ കാണുന്നതാണ് സംഭവം. അവിടെ നിന്ന് കുറേ നേരം അങ്ങോട്ടേക്ക് നോക്കി. ഒരുപാട് ആൾക്കാർ അവിടെ വീണ് പോയിട്ടുണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത്. അത് കാരണം കൊണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ നോക്കി. വല്ലാത്തൊരു പേടി തോന്നും നമുക്ക്. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ അവിടെയൊക്കെ വീണു പോയതല്ലേ. അവിടെ നിന്നുകൊണ്ട് സുഭാഷ് എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ വേറെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വരുന്നവരും പോകുന്നവരും എല്ലാവരും അവിടേക്ക് നോക്കി വിളിക്കുന്നത് സുഭാഷ് എന്നായിരുന്നു. കാരണം എല്ലാവരും മഞ്ഞുമൽ ബോയ്സ് കണ്ടതിന് ശേഷമാണ് ഇവിടത്തേക്ക് ഇത്രയും തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അല്ലാണ്ട് ഗുണ സിനിമയിലൂടെ വന്നതുകൊണ്ടിട്ടായിരിക്കത്തില്ല, മഞ്ഞുമൽ ബോയ്സിലൂടെയാണെന്ന് തോന്നുന്നു ഇത്രയും അധികം ആൾക്കാർ അറിയപ്പെടുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും പിന്നെ നമുക്ക് അവിടെ ഒരു ഗ്രിൽഡ് ഇട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു മലയുടെ മുകൾ ഭാഗത്തെ എൻഡ് ഭാഗമാണ് ആ കൊടൈക്കനാലിലെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണിത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഭയങ്കര മൂടൽമഞ്ഞും എന്നാ പറയാ, ഒന്നും കാണാൻ പറ്റത്തില്ല. പുകമഞ്ഞ, മൊത്തം പുകമഞ്ഞ. പിന്നെ അവിടെ കുറേ നേരം നിൽക്കുമ്പം വല്ലാത്തൊരു സുഖം, മനസ്സിനൊക്കെ ഒരു വല്ലാത്തൊരു സുഖം തോന്നും, വല്ലാത്തൊരു കുളിർമയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അവിടുത്തെ സ്ഥലമൊക്കെ കുറേ നേരം നിന്ന് അവിടെ നിന്ന് കണ്ടു. പിള്ളേരെയൊന്നും അങ്ങോട്ട് കയറ്റാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ ഉള്ളതായിരുന്നു ചിന്ത. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. നമ്മൾ ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് ഇത്. അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും മഞ്ഞില്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കിനും അവിടെ ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര മൂടൽ മഞ്ഞും ഇരുളുമയൊക്കെ ആയി. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ലേക്കിലേക്കാണ്. എൻ്റെ കൂടെ വന്നവർക്കെല്ലാം പേടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ബോട്ടിലൊന്നും കയറിയില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഗെയിമൊക്കെ കളിക്കുന്ന പിള്ളേരുടെ ഒരു റൈഡൊക്കെ കയറുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എല്ലാവർക്കും റൈഡിൽ കയറണം. അങ്ങനെ കുറച്ച് ഞങ്ങൾ പൈസയൊക്കെ അത് കാർഡ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ റൈഡിൽ കയറി. നേരിട്ട് കാർ ഓടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം ഞാനിങ്ങനെ കാർ ഓടിച്ച് അങ്ങ് തീർത്തു. അപ്പോൾ എനിക്കൊരു കുറച്ചൊരു സമാധാനം കിട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കാർ ഡ്രൈവിങ് പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതുവരെയും പഠിച്ചിട്ടില്ല, അതിനുള്ള ധൈര്യമില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം ആ റൈഡിലൊക്കെ ഞങ്ങൾ സമയം ചിലവഴിച്ചു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാ റൈഡിലും ഞങ്ങൾ കയറ്റി പിള്ളേരെ. കൊടൈക്കനാൽ പോയിട്ട് അവർക്ക് വിഷമമൊന്നും ഉണ്ടാകരുതല്ലോ എന്ന് ഓർത്തു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ എന്നാൽ നമുക്ക് തിരിക്കാം എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. പക്ഷേ ആ റൈഡിൽ കയറിയപ്പോഴത്തേക്കിന് ഇറങ്ങാനുള്ളൊരു മനസ്ഥിതിയിലായിരുന്നു. കാരണം അത്ര കണ്ട് രസമുണ്ടായിരുന്നു ആ റൈഡിൽ കയറിയിട്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ എല്ലാം സ്പെൻഡ് ചെയ്തു. അപ്പുകുട്ടനാണെന്നുണ്ടെങ്കിൽ റൈഡിൽ കയറിയിട്ടൊന്നും അപ്പുകുട്ടൻ ഇറങ്ങണമെന്ന് പോലും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. അപ്പം ആ വെള്ളച്ചാട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ ആരും ഇറങ്ങുകയും പറക്കുകയും ചെയ്യുന്നില്ല. അവിടെയൊക്കെ ക്ലോസ് ചെയ്തേക്കുക. കാരണം അപകടമുള്ള സ്ഥലമാണ്, തെന്നി വീണാൽ അങ്ങ് പോകും. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെട്ടമുള്ളപ്പം തന്നെ ഇറങ്ങണം. ഒത്തിരി ഇരുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് കാരണം കൊണ്ടിട്ട് നമ്മൾ അവരെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. തിരിച്ച് വന്ന വഴിക്ക് കുമളിയിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. ഒരു താലപ്പൊലി അമ്പലത്തിൽ എന്തോ പരിപാടിയാണ്. താലപ്പൊലിയും പിന്നെ വലിയവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പയർ മുളപ്പിച്ചതും നെല്ല് മുളപ്പിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുമളിയിലായിരുന്നു ഇത് എത്തിയപ്പോഴത്തേക്കിനും കണ്ടത്. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക്, എന്നാൽ തിരിച്ച് പോയതുപോലെ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഡാൻസും പാട്ടും തുടങ്ങി, പിള്ളേരൊക്കെ. എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര ഡാൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാരണം അവരത് അത്ര അധികം ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. കാരണം ഒത്തിരി നാളായി നമ്മൾ എവിടെയെങ്കിലും ലോങ് ട്രിപ്പ് പോയിട്ട്.
അവസാനം പോകുന്നത് വെച്ചാൽ ബാംഗ്ലൂരാണ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എന്നാൽ കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. അപ്പോഴത്തേക്കിനും 9:30 അടുപ്പിച്ചായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കഴിക്കാൻ കയറി. പൊറോട്ടയും ബീഫ് കറിയും ചിക്കനും ഒക്കെ പറഞ്ഞു. അതൊക്കെ കഴിച്ചു വീട്ടിലെത്തി. എല്ലാവരും ക്ഷീണത്തോടു കൂടി പോയി മേല് കഴുകി കിടന്നുറങ്ങി. അതിനുശേഷം ഞാനും മേല് കഴുകി. പിന്നെ വന്ന് കയറിയപ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. മേലൊക്കെ കഴുകി എല്ലാവരും കിടന്നതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയറിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. താങ്ക് യു.